കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നമുക്ക് നൽകിയ വാഗ്ദാനങ്ങളിൽ എപ്പോഴും ഓർത്തിരിക്കേണ്ടതും ചിന്തിക്കപ്പെടേണ്ടതുമായ ഒരു വാഗ്ദാനമാണ് കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന വാക്ക്. പലപ്പോഴും വിശ്വാസികൾ ഇത് മറന്നു പോകുന്നൊരവസ്ഥയുണ്ട്. എല്ലാ നാളും എന്ന് പറഞ്ഞാൽ ഏത് സിറ്റുവേഷനിലും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്നുവരെ ലോകാവസാനത്തോളം. ഇനി എന്തുകൊണ്ടാണ് നമ്മുടെ വിശ്വാസികൾക്ക് ഈ ഒരു ഉറപ്പ് കിട്ടാതെ പോകുന്നത്? ഞാനതങ്ങനെ പറയാൻ കാരണം, പല കൂട്ടായ്മകളിലും ഞാൻ രക്ഷിക്കപ്പെട്ട് വന്നതിന് ശേഷം പല കൂട്ടായ്മകളിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവരും കൂടി പ്രാർത്ഥിച്ചിങ്ങനെ തുടങ്ങുമ്പോൾ അവിടെ പലരും പ്രാർത്ഥിക്കുന്നത് പോലും ആരാധനയോട് പോരാടുന്ന അന്ധകാര ശക്തിയെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു, ഇങ്ങനെയുള്ള വാക്കുകളാണ്. പലപ്പോഴും വിശ്വാസികൾക്കും അവരുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം വരുമ്പോൾ അവരുടെ ഹൃദയത്തിലെ ഫീലിങ്സ് മുഴുവൻ ഏതോ ചില ബന്ധനങ്ങളാണ്, പോരാട്ടങ്ങളാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ശാസിച്ച് ശരിക്കും ബൈബിൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വെളിച്ചമുള്ളിടത്ത് ഇരുട്ട് വസിക്കത്തില്ലെന്നാണ്. അന്ധകാര ശക്തിയെ ഇരുട്ടെന്നുള്ള രീതിയിലാണ് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്. നമ്മുടെ കർത്താവ് നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ മധ്യത്തിലുണ്ട്. അങ്ങനെയാണെങ്കിൽ 2-3 പേരിരുന്ന് പ്രാർത്ഥിക്കുന്ന ഇടത്ത് വെളിച്ചമായ കർത്താവാണ് ഉള്ളത്. അവിടെ എങ്ങനെ ഇരുട്ടിന് വരാൻ പറ്റുന്നത് എന്നൊക്കെ ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഞാനിത് ഒരുപാട് പേരോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീടാണ് ഒരു വലിയ സത്യം അറിയുന്നത്. കർത്താവ് ഈ വാഗ്ദത്തം ചെയ്തത് എപ്പോഴാണെന്നറിയാമോ? അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താലാണ് ഞാൻ ഇങ്ങനെ ആയിരിക്കുന്നതെന്ന് കർത്താവ് പറയുന്നുണ്ട്. കർത്താവ് പറയുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. കർത്താവ് സുവിശേഷത്തെക്കുറിച്ച് പറയുമ്പോൾ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗമാണ്. ആ ഭാഗത്ത് ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ പോയി സകല മനുഷ്യരോടും സുവിശേഷം അറിയിക്കുക, വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തി ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് ശിഷ്യരാക്കിക്കൊള്ളുകയും. എന്നിട്ടാണ് പറഞ്ഞത്, ലോകാവസാനത്തോളം ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. അപ്പോൾ ഇവിടെ സുവിശേഷം പ്രസംഗിക്കാൻ ധാരാളം ആളുകളുണ്ട്, ഒരുപാട് പേര് കേൾക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. ഇനി വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്താനും വലിയ താല്പര്യമാണ്. സ്നാനത്തെക്കുറിച്ച് ഒരുപാട് തർക്കവാദങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ആ സ്നാനം എന്താണ് ദൈവവചനം പഠിപ്പിക്കുന്നതെന്ന് വളരെ വ്യക്തമായി പെന്തക്കോസ്ത് സമൂഹം ലോകത്തെ അറിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ധാരാളം പേര് സ്നാനപ്പെടുന്നുണ്ട്. ഇനി ന്യൂജൻ ശുശ്രൂഷകരെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് വന്നിട്ട് അവരും സ്നാനത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, ശിശുമാമോദീസയ്ക്ക് വേണ്ടി വാദിച്ചിരുന്ന പുരോഹിതന്മാർ പോലും ഇപ്പോൾ അതേ കുപ്പായം ഉടുത്തുകൊണ്ട് വെള്ളത്തിലിറങ്ങി നിന്ന ആളുകളെ സ്നാനപ്പെടുത്തുന്ന ചിത്രങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് എപ്പിസ്കോപ്പൽ സഭകൾ പോലും വിശ്വസിച്ചിട്ട് വേണം സ്നാനമേക്കാൻ എന്നാഗ്രഹിക്കുന്നവരെ വിശ്വസിച്ചതിന് ശേഷം സ്നാനപ്പെടുത്താൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. സങ്കടകരമായ കാര്യം, സ്നാനമൊക്കെ ഓക്കെ, സുവിശേഷം എന്താണ് സുവിശേഷം എന്നുള്ള നിലയിൽ ഇവർ അവതരിപ്പിക്കുന്നത് എന്നുള്ള വിഷയത്തിൽ പലപ്പോഴും എനിക്ക് തർക്കമുണ്ട്. ഇനി അതും പോകട്ടെ, സ്നാനപ്പെടുത്തിയതിന് ശേഷം കർത്താവ് പറയുന്ന ഭാഗമുണ്ടല്ലോ, അത് നമുക്കിടയിൽ എത്രത്തോളം പരിഗണിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ സംശയം. പ്രിയപ്പെട്ടവരെ, തിരുവെഴുത്ത് പറയുന്നു, കർത്താവ് പറയുന്നു, സ്നാനപ്പെടുത്തിയതിന് ശേഷം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതൊക്കെയും ഉപദേശിച്ചുകൊണ്ട് പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് ശിഷ്യരാക്കണം. സ്നാനപ്പെട്ട ഒരു വ്യക്തിയോട് ചോദിച്ചു നോക്കണം, സഹോദരാ, നിങ്ങൾ സ്നാനപ്പെട്ടു, നിങ്ങളിപ്പോൾ ഒരു പെന്തക്കോസ്ത് കൂട്ടായ്മയിലാണല്ലോ പോകുന്നത്, അതെ, നിങ്ങളവിടെ പോയിട്ട് എന്താണ് പഠിച്ചത്? നിങ്ങൾക്ക് എന്ത് മാറ്റമാണ് ഉണ്ടായത്? നിങ്ങൾ ആ സഭയ്ക്കകത്ത് ചെന്നിട്ട് നിങ്ങൾക്ക് എന്ത് പ്രത്യേകതയാണുള്ളത്? നല്ലൊരു ശതമാനം സഹോദരന്മാരും പറയാൻ സാധ്യതയുള്ളത് ഏതാണെന്നറിയോ? ഞങ്ങൾ അവിടെ ചെന്നതിന് ശേഷമാണ് ആരാധിക്കാൻ പഠിച്ചത്, അവിടെ ചെന്നതിന് ശേഷമാണ് ഞങ്ങൾ കൃപാവരങ്ങളുള്ളവരായി മാറിയത്. പ്രിയപ്പെട്ടവരെ, അന്യഭാഷയിൽ ആരാധിക്കുക, ഇത് യേശു പഠിപ്പിച്ചതാണോ? അന്യഭാഷ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, അന്യഭാഷയുണ്ട്, അന്യഭാഷ ആവശ്യവുമാണ്. പക്ഷെ കർത്താവ് പറഞ്ഞത്, ഞാൻ പഠിപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം. വാസ്തവത്തിൽ ഇവിടെ പ്രമാണിക്കാനായിട്ട് ഉത്സാഹിപ്പിക്കപ്പെടുന്നത് എന്താണ്? അതാണ് എൻ്റെ ചോദ്യം. ഇവിടെ പ്രമാണിക്കാനായിട്ട് സ്നാനപ്പെട്ടവരുടെ ഇടയിൽ അവർ പ്രമാണിക്കാനായിട്ട് അവരെ ഉത്സാഹിപ്പിക്കുന്നത് പലപ്പോഴും ആരാധിക്കാൻ വേണ്ടിയാണ്. മുമ്പൊക്കെ ആരാധിക്കാത്തവർ ഇന്ന് ഭയങ്കരമായ ശബ്ദത്തിൽ ആരാധിക്കുകയാണ്. വാസ്തവത്തിൽ ആരാധിക്കാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ടോ? ആരാധിക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്, ആരാധിക്കാനായിട്ട് കർത്താവ് വല്ല പഠിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ശരിക്കും കർത്താവ് പഠിപ്പിച്ചെന്താണ്? കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങളെ ജീവിതത്തിൽ പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് ശിഷ്യരാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ വ്യക്തമാക്കാം പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കൽപ്പനകൾ കർത്താവ് തന്നെ പറയുന്നു, എൻ്റെ ഈ കൽപ്പനകൾ കേട്ടു പ്രമാണിക്കുന്നവൻ. ഏത് കൽപ്പനയാണ്? അവിടെയാണ് ചോദ്യം. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ നമ്മൾ പഠിച്ചാൽ അത് ഗിരിപ്രഭാഷണം എന്നുള്ള നിലയിലാണ് വേദപണ്ഡിതന്മാർ ആ അധ്യായങ്ങളെ പറയുന്നത്. അവിടെ പറയുന്ന ഓരോ ഭാഗങ്ങളും അത് കൃത്യമായി ജീവിതത്തിൽ പ്രമാണിക്കാൻ തക്കവണ്ണം ഇവരെ പഠിപ്പിച്ചുകൊണ്ട് ഇവരെ ശിഷ്യരാക്കണം. ആരെ?
ഈ സ്നാനപ്പെട്ടവരെ. അങ്ങനെയാണെങ്കിൽ ലോകാവസാനത്തോളം ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പം എന്തുകൊണ്ടാണ് നമ്മുടെ കൂടെ കർത്താവ് ഇല്ലാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് ഇരുട്ട് നമ്മുടെ ഇടയിൽ കയറി വരുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ തലമുറ വഴിപഴച്ചു പോകുന്നത് എന്നൊക്കെയുള്ള സംശയങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ, എന്തുകൊണ്ടാണ് പെന്തക്കോസ്ത് വീടുകളിൽ വിശ്വാസത്തിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് യേശുക്രിസ്തു പലരുടെയും നിന്നയൊക്കെ കുത്തുവാക്കും ഒക്കെ സഹിച്ച് പലതും ത്യജിച്ച് ക്രിസ്തുവിലായിട്ടുള്ള പല സഹോദരങ്ങളുടെയും വീട്ടിൽ ഇന്നും പോരും പോരാട്ടവും ബന്ധനവും? ഇന്നൊരു ഉപദേശി വന്ന് ശാസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അവർ സമാധാനത്തോടെ ഇരിക്കുന്നു. നാളെ വേറൊരു ഉപദേശി വരുമ്പോൾ ആ ഉപദേശി വീണ്ടും ശാസിക്കുന്നു, അവർ വീണ്ടും സമാധാനപ്പെടുന്നു. എല്ലാ ദിവസവും ഈ ശാസന, എല്ലാ ദിവസവും ഈ അന്ധകാരത്തിൻ്റെ പോരാട്ടം, എല്ലാ ദിവസവും ശാസന. എന്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിൽ ഇവരെത്തിച്ചേരുന്നത്? വളരെ വ്യക്തമാണ്. യേശുക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങൾ ഇവർ പ്രമാണിക്കാൻ തക്കവണ്ണം ഇവരെ ഉപദേശിക്കുന്ന ഉപദേശങ്ങൾ സഭകളിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. സഭകളിലേറിയ പങ്ക് നടക്കുന്നത് അന്യഭാഷയിൽ ആരാധിക്കുക, അല്ലെങ്കിൽ ദാവീദിനെ ദൈവം നടത്തിയ വിധങ്ങൾ പറയുക, എസ്തേറിൻ്റെ ചരിത്രങ്ങൾ പറയുക, മോശയെ നടത്തിയ വിധങ്ങൾ പറയുക, അവർ അഭിവൃദ്ധി പ്രാപിച്ച കാര്യങ്ങൾ പറയുക. പഴയ നിയമത്തിലെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അഭിവൃദ്ധി പ്രാപിച്ചതും അനുഗ്രഹം പ്രാപിച്ചതും ഒറ്റപ്പെടുത്തുന്നവരെ ദൈവം അവരുടെ മുമ്പിൽ നിന്നെ മാനിക്കുന്നതും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ജനത്തെ ഇങ്ങനെ നൂറെ നിർത്തി വല്ല വിധേനയും ഇവരെ കൊണ്ടൊന്ന് ആരാധിപ്പിക്കുക, ഇവരെ കൊണ്ടൊന്ന് തുള്ളിക്കുക, ഇവരെ കൊണ്ട് 10 ഹല്ലേലൂയ പറയിപ്പിക്കുക, ഇവരെ കൊണ്ടൊന്ന് അന്യഭാഷ പറയിക്കുക. ആ ഒരു 1.5 മണിക്കൂർ ഇവരെ ഒരു സ്വപ്നലോകത്തിലാക്കി ദൈവം നിനക്ക് അത് ചെയ്യാൻ പോകുന്നു, ദൈവം ഇത് ചെയ്യാൻ പോകുന്നു, നീ വിശ്വസിക്കുന്നോ, ഏറ്റെടുക്കുന്നോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ജനത്തെ ഇങ്ങനെ നൂറെ നിർത്തുന്ന ഒരു പരിപാടി. അതാണ് പലപ്പോഴും ഇന്ന് ഈ സ്നാനപ്പെട്ടതിന് ശേഷം സ്നാനപ്പെട്ടവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. യേശുക്രിസ്തു പറഞ്ഞു, നിൻ്റെ ഉടുപ്പ് അപഹരിക്കാൻ വരുന്നവന് നിൻ്റെ പുതപ്പ് കൂടി വിട്ടുകൊടുക്കുക. ഇവിടെ കേസുമേൽ പോവുക. അതിലേലോട്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഉടനെ സംശയമാണ്. അവനെൻ്റെ അതിന് മാന്താൻ വരുന്നതാണോ? അവനെൻ്റെ സ്വത്ത് അപഹരിക്കാൻ വരുന്നതാണോ? സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തിനെക്കുറിച്ചുള്ള ഉറപ്പ് നിമിത്തം അവർ സ്വത്തുക്കളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചു എന്ന് എബ്രായ ലേഖനത്തിൽ പറയുമ്പോൾ, അങ്ങനെ സഹിക്കുന്നവരുണ്ട് കേട്ടോ. പക്ഷേ സന്തോഷത്തോടെ സഹിക്കുന്ന എത്ര പേർ ഈ സ്നാനപ്പെട്ടവരുടെ ഇടയിലുണ്ട്? നമ്മുടെ കർത്താവ് പറഞ്ഞു, നിൻ്റെ ഉടുപ്പ് അപഹരിക്കാൻ വരുന്നെങ്കിൽ പുതപ്പ് കൂടി വിട്ടുകൊടുക്കുക. ശത്രുവിന് വിശക്കുന്നെങ്കിൽ കുടിക്കാൻ കൊടുക്കുക. ഒരുപാട് കാര്യങ്ങൾ, ഞാൻ ആ ഭാഗത്തേക്കെല്ലാം പോകുന്നില്ല. അങ്ങനെ യേശുക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങൾ, യേശുക്രിസ്തു പ്രമാണിച്ച കാര്യങ്ങൾ, കാണിച്ചു തന്ന മാതൃകകൾ. യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകി, എന്നിട്ട് പറഞ്ഞു, ഗുരുവും കർത്താവുമായി ഞാൻ നിങ്ങളുടെ കാല് കഴുകിയെങ്കിൽ, ഞാൻ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നെങ്കിൽ നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യണം. എവിടെയാണ് ഇത് പ്രമാണിക്കപ്പെടുന്നത്? അങ്ങനെ സംഭവമില്ല. ഞാൻ പലപ്പോഴും എൻ്റെ സ്നേഹിതരോട് പറയും, സൃഷ്ടിയുടെ കാല് കഴുകുന്ന സൃഷ്ടിതാവിൻ്റെ മുഖത്തിൻ്റെ ഭാവം, മുഖത്തിൻ്റെ തേജസ്, ആ മുഖത്തിലെ സന്തോഷം ശരിക്കും നിനക്കൊന്ന് കാണണമെങ്കിൽ നീ അതിനേക്കാളേറെ കുനിയേണ്ടിയിരിക്കുന്നു. നീ എത്രത്തോളം കുനിഞ്ഞു ചെല്ലുന്നോ അത്രത്തോളം മാത്രമേ സൃഷ്ടിതാവ് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിൻ്റെ തേജസ് വ്യക്തമാവുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു പഠിപ്പിച്ച ഉപദേശങ്ങൾ, യേശുക്രിസ്തു കാണിച്ച മാതൃകകൾ, അത് പലപ്പോഴും നമ്മുടെ കൂട്ടായ്മകളിൽ പഠിപ്പിക്കുന്നില്ല, അഥവാ സ്നാനപ്പെട്ടവരെ പരിശീലിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം. അതുകൊണ്ട് എന്താ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് വിശ്വാസികൾ ലോകമോഹികളായി മാറുകയാണ്, ജഡമോഹികളായി മാറുകയാണ്. പിതാവിൻ്റെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ലെവൽ വിട്ടു. യേശുക്രിസ്തുവിൻ്റെ ഭാഗം തന്നെ നമുക്ക് എടുത്ത് പഠിക്കുമ്പം അറിയാം, യേശുക്രിസ്തു ക്രൂശിൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോഴും പറയുന്നത് എന്താണ്? പിതാവേ, എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. ഇതാണ് യേശുക്രിസ്തു പഠിപ്പിക്കുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ നേരെ തിരിച്ച് നമ്മുടെ ഇഷ്ടങ്ങൾ യേശുവിനോട് പറയുന്നു, യേശുവിനെ കൊണ്ടത് ചെയ്യിപ്പിച്ചെടുക്കുന്നു. അതാണ്, ആ തരത്തിലേക്കാണ് ജനം പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനൊരു ഒരു സംഭവം പറയാം. പലപ്പോഴും വിവാഹവേദികളിൽ പറയുന്നൊരു കാര്യമാണ്, വിവാഹവേദികളിലാണ് പലപ്പോഴും ഇത് കേൾക്കുന്നത്. അതായത് ഭാര്യ ഭർത്താവിന് കീഴടങ്ങിയിരിക്കട്ടെ എന്ന് പറയാറുണ്ട്. അതിനൊരു ഉദാഹരണമായിട്ട് പറയും, സഭ കർത്താവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യ ഭർത്താവിന് കീഴടങ്ങിയിരിക്കട്ടെ. ഇന്ന് വിവാഹവേദികളിൽ പോലും പറയുന്നത് ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് പോകണമെന്നുള്ള തലത്തിലാണ് പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് സഭകളിൽ ഇത് പറയുമ്പോൾ ഞാൻ എൻ്റെ ഭാവനയിൽ പറയുകയാണ്, എന്തായിരിക്കും ആ ചർച്ചിലെ പെൺകുട്ടി പറയുന്നത്? അതെ, എൻ്റെ സഭ എങ്ങനെയാണോ കർത്താവിനോട് ഇടപെടുന്നത് അങ്ങനെ എനിക്ക് എൻ്റെ ഭർത്താവിനോട് ഇടപെടാമല്ലോ, ഞാൻ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. പല ഭാര്യമാരും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ സഭ കർത്താവിനോട് എങ്ങനെയാണ് പെരുമാറുന്നത്? കീഴടങ്ങാണോ ചെയ്യുന്നത്? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, എന്താണ് സഭയിൽ നടക്കുന്നത്? സഭ കർത്താവിനോട് പറയുന്നു, കർത്താവ് അനുസരിക്കുന്നു. സഭ കർത്താവിനോട് ആവശ്യപ്പെടുന്നു, കർത്താവ് അനുസരിക്കുന്നു. ഏതെങ്കിലും കാര്യങ്ങൾ കർത്താവ് അനുസരിക്കാൻ താമസിക്കുന്നെങ്കിൽ സഭ ഉപവസിച്ചു പ്രാർത്ഥിക്കുന്നു, കർത്താവ് അനുസരിക്കുന്നു. സഭ കൽപ്പിക്കുന്നു, കർത്താവ് കേൾക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ആർക്കാണ് കീഴടങ്ങുന്നത്? കർത്താവ് സഭയ്ക്ക് കീഴടങ്ങുക, സഭ കർത്താവിനോട് ആവശ്യങ്ങൾ ഉന്നയിക്കുക,
കർത്താവ് അനുസരിക്കുക. ഏതാണ്ട് ഇത് തന്നെയാണ് ഇന്ന് ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലെല്ലാം നടക്കുന്നത്. അതുകൊണ്ടാണ് ഡൈവേഴ്സ് വരുന്നത്. സഭ അങ്ങനെ കാണിച്ചു കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സഭ കർത്താവിന് കീഴടങ്ങണം. കർത്താവ് നീ പറഞ്ഞാട്ടെ, ഞാൻ അനുസരിക്കാം എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് എവിടെയാണ് പോകുന്നത്? യേശുക്രിസ്തു കാണിച്ചത് അതല്ലേ? പിതാവ് പറയുന്നു, പുത്രൻ അനുസരിക്കുന്നു. ഇവിടെ നമ്മൾ പറയുന്നു, പിതാവിനെ കൊണ്ട് അനുസരിപ്പിക്കുന്നു. ഈ സിസ്റ്റത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വളരെ ശ്രദ്ധിക്കണം. ഇന്നത്തെ സഭ ശരിക്കും പറഞ്ഞാൽ വേദപുസ്തകത്തിൻ്റെ വചനങ്ങൾ പഠിപ്പിക്കുന്നതിൽ, അഥവാ ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ പഠിപ്പിക്കുന്നത്. വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്തിൽ നിന്നും വരുന്നു എന്ന് റോമാർക്ക് ലേഖനം എഴുതുമ്പോൾ അതുവരെ ചിലർ തിരുത്തി പറയാറുണ്ട്. വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും വരുന്നു. ഞാനിതൊരു പ്രാവശ്യം തിരുത്തി. പ്രിയ സഹോദര, ദൈവത്തിൻ്റെ വചനത്തിൽ നല്ല കേട്ടോ, ക്രിസ്തുവിൻ്റെ വചനമാണ്. അതെന്താ അങ്ങനെ? ഞാൻ പറയാം, അങ്ങനെ വാക്ക് എഴുതിയിരിക്കുന്നത്. ക്രിസ്തു ദൈവമല്ലേ, അപ്പോൾ പിന്നെ ദൈവം എന്ന് പറഞ്ഞുകൂടെ? ഞാൻ പറയാം, നോ, അങ്ങനെയല്ല. ക്രിസ്തു ദൈവമാണ്. ദൈവം പറഞ്ഞ വാക്കാണ് പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ്. പക്ഷേ ക്രിസ്തു എന്താ പറഞ്ഞത്? നിൻ്റെ ഒരു ജഗടത്തടിക്കുന്ന, ഞാനോ നിങ്ങളോട് പറയുന്നു, ഒരു ജഗടത്തടിക്കുന്നവനെ മറു ജഗട് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ക്രിസ്തുവിൻ്റെ വചനവും ദൈവത്തിൻ്റെ വചനവും തമ്മിലൊരു ഇത്തിരി വ്യത്യാസമുണ്ട്. ദൈവം ക്രിസ്തുവായതിന് ശേഷം, ക്രിസ്തുവായി വന്നതിന് ശേഷം പറഞ്ഞ വചനങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിൽ അനുസരിക്കണം. ആ വചനം പഠിക്കണം. അവിടെ പഠിക്കുമ്പോഴാണ് വിശ്വാസം വർദ്ധിക്കുന്നത്. അവിടെയാണ് കർത്താവ് നമ്മുടെ ഇടയിൽ പാർക്കുന്നത്. പലപ്പോഴും കർത്താവിനെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. ഞാൻ ചില സമയങ്ങളിൽ എൻ്റെ ചിന്തകളിൽ വന്നിട്ടുള്ളൊരു വിഷയമാണ് ഈ ചാട്ടവാറുമായിട്ട് കർത്താവ് യെരുശലേം ദേവാലയത്തിൽ കയറി അവിടുത്തെ പൊൻവാണി ഭോഗക്കാരെല്ലാം അടിച്ചു വെളിയിലിറക്കിയിട്ട് പറഞ്ഞു, ഇത് കള്ളന്മാരുടെ ഗുഹയാക്കുകയാണോ, ഇതെൻ്റെ ആലയം, പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞ് കർത്താവിൻ്റെ ഒരു ഭാവം. ഞാനൊരിക്കൽ ചിന്തിച്ചു, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ശരിക്കും പറഞ്ഞാൽ ദൈവസഭകളിൽ എന്താ നടക്കുന്നത്? ശരിക്കും ഡീലാണ്, ബിസിനസ് ഡീലാണ്. വിശ്വാസികൾ അവരുടെ പ്രശ്നങ്ങളുമായി വരുന്നു, പാസ്റ്റർമാർ ആ പ്രശ്നങ്ങൾ ദൈവത്തോട് പറഞ്ഞ് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുന്നു. പകരം വിശ്വാസികൾ പാസ്റ്റർമാർക്ക് പണം കൊടുക്കുന്നു. അത് ദശാംശം എന്നുള്ള പേരിൽ കൊടുക്കുന്നു, അല്ലാതെ കൊടുക്കുന്നു. എല്ലായിടത്തും, പ്രത്യേകിച്ച് ന്യൂജൻ സഭകളിൽ എന്താണ് ഇതിൻ്റെ വിഷയം? വിസ അടിച്ച് കിട്ടുന്നില്ലേ, പാസ്പോർട്ട് അടിച്ച് കിട്ടുന്നില്ലേ, ഇവിടെ കൊണ്ടുപോകാം. അപ്പോൾ പാസ്പോർട്ട് അടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് വരുന്നു, രോഗം മാറിക്കിട്ടാനായിട്ട് വരുന്നു, വസ്തുതർക്കം പരിഹരിച്ചു കൊടുക്കാനായിട്ട് വരുന്നു, വീതം കിട്ടുന്നില്ല അതിനുവേണ്ടി വരുന്നു, പ്രമോഷൻ കിട്ടുന്നില്ല അതിനുവേണ്ടി വരുന്നു. ഇവരുടെ വിഷയവുമായിട്ട് വരികയാണ് ആലയത്തിൽ. ഇവിടെ നിൽക്കുന്ന ആളിത് സാധ്യമാക്കി കൊടുക്കുന്നു, പകരം ഇവർ അതിനുള്ള ഫീസ് കൊടുക്കുന്നു. മനസ്സിലായോ? ശരിക്കും ബിസിനസ് ഡീലുകളാണ് നടക്കുന്നത്, കച്ചവടമാണ് നടക്കുന്നത്. അതാണോ സഭ? അതല്ല സഭ. അതുകൊണ്ടാണ് ഇവിടെ ആര് കയറുന്നത്? ഇരുട്ടിൻ്റെ ശക്തികൾ കയറിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ നിരന്തരം ഇരുട്ടിൻ്റെ ശക്തികളെ ശാസിക്കേണ്ടി വരുന്നത്. ഇരുട്ടിൻ്റെ ശക്തികളെ ശാസിക്കുന്നു, ഇരുട്ട് പോകുന്നു എന്ന് വിശ്വസിപ്പിക്കുന്നു, ഇരുട്ട് പോകുന്നില്ല, അടുത്ത ആഴ്ച വന്ന് വീണ്ടും ശാസിക്കുന്നു, ഇരുട്ട് പോകുമെന്ന് ജനത്തെ വിശ്വസിപ്പിക്കുന്നു. എവിടെ? വിശ്വാസികളുടെ വീടുകളിലെല്ലാം ഇരുട്ട് നിറഞ്ഞു നിൽക്കുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വെളിച്ചമുള്ളിടത്ത് ഇരുട്ട് വസിക്കില്ല. എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ വിശ്വാസത്തിൽ ബലപ്പെടാൻ പറ്റാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് ഇവർ വഞ്ചിക്കപ്പെടുന്നത്? വളരെ വ്യക്തമാണ്. യേശു ക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങൾ, ഞാൻ വീണ്ടും പറയുന്നു, യേശു ക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങൾ. ഒരു സഭാ ശുശ്രൂഷ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, അല്ലെങ്കിൽ ഒരു ഉപദേശയുടെ പ്രസംഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. യേശു പഠിപ്പിച്ച കാര്യം തന്നെയാണോ? ആണെങ്കിൽ യേശു അത് എവിടെയാണ്, ഏത് വാക്യത്തിലാണ് ആ ഭാഗം പഠിപ്പിച്ചതെന്ന് തിരിച്ചു ചോദിക്കാൻ ഇന്നത്തെ വിശ്വാസികൾ തയ്യാറായാൽ, പ്രിയ പാസ്റ്ററെ, പ്രിയ പ്രവാചക, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ യേശു പഠിപ്പിച്ചതാണോ? ആണെങ്കിൽ യേശു ഏത്, എവിടെ, എപ്പോൾ, ഏത് വാക്യം ഒന്ന് കാണിച്ചു തരൂ. ഉത്തരം മുട്ടുന്നെങ്കിൽ നിങ്ങൾ തിരിച്ചറിയുക. വശീകരിക്കുകയാണ്, വഞ്ചിക്കുകയാണ്. നിങ്ങളെ കൊണ്ട് ആരാധിപ്പിക്കുക, നിങ്ങളെ കൊണ്ട് ബഹളം വെപ്പിക്കുക, 1 മണിക്കൂറോ 1.5 മണിക്കൂറോ നിങ്ങളെ ഒരു സ്വപ്ന ലോകത്തിലെത്തിക്കുക. നിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോൾ പരിഹരിക്കാൻ പോകണോ, നിൻ്റെ വിഷയങ്ങൾ ഇപ്പോൾ തീർക്കാൻ പോവുകയാണ്, നിന്നെ ദൈവം ഉദ്ധരിക്കാൻ പോവുകയാണ്, നിന്നെ വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. ഇതൊക്കെ ദൈവവചനത്തിന് വിരുദ്ധമായ, കർത്താവ് പഠിപ്പിച്ചിട്ടുള്ള ഉപദേശങ്ങൾക്ക് വിരുദ്ധമായ പ്രലോഭനങ്ങളാണ്. ഞാൻ ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. പ്രിയ സഹോദരങ്ങളെ, യേശു ക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങൾ സ്നാനപ്പെട്ടവരെ പഠിപ്പിക്കണം, പഠിപ്പിച്ചിട്ടവരെ ശിഷ്യരാക്കുക. യേശു ക്രിസ്തു ലോകാവസാനം വരെയും കൂടെ നിൽക്കും. പഠിപ്പിക്കാൻ വരുന്നവൻ അവൻ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് സ്നാനപ്പെട്ട സഹോദര സഹോദരി നീയും ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. അവൻ്റെ ചൂണ്ടുവിരൽ എങ്ങോട്ടാണ് നിൽക്കുന്നത്? വേദപുസ്തകത്തിൽ 2 കഥാപാത്രത്തെ പുതിയ നിയമത്തിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 2 പേർ ചൂണ്ടി വരുന്നു. ഒന്ന്, നമ്മുടെ യേശു ക്രിസ്തുവിനെ ഉയർന്ന സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ട് പിശാച് ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങൾ. പക്ഷെ പിശാചിൻ്റെ ചൂണ്ടുവിരൽ മുകളിലേക്കല്ല, താഴേക്കാണ് ഇരിക്കുന്നത്. ഈ കാണുന്ന സകല മഹത്വവും എങ്കിലേൽപ്പിച്ചിരിക്കുന്നു. ഒന്ന് വീണാൽ, ഒന്ന് ഞാൻ പറഞ്ഞതനുസരിച്ചാൽ ഇത് നിനക്കുള്ളതാണ് എന്ന് പറഞ്ഞ് ക്രിസ്തുവിനെ പ്രലോഭിപ്പിക്കുന്ന മനുഷ്യൻ, ഒരു സാത്താൻ്റെ ഒരു പ്രവൃത്തി നമുക്കവിടെ കാണാൻ പറ്റും. വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ അവിടെ ഒരു ദൂതൻ യോഹന്നാന് ചിലത് ചൂണ്ടിക്കാണിക്കുക. പക്ഷേ ദൂതൻ്റെ വിരൽ ഉയരത്തിലേക്കാണ്. ഇവിടെയാണ് വിഷയം. ശുശ്രൂഷകൻ്റെ വിരൽ അല്ലെങ്കിൽ ശുശ്രൂഷം എങ്ങോട്ടാണ് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾ പരിശോധിക്കണം. അത് ഉയരത്തിലെ കാര്യങ്ങളാണോ, ഭൂമിയിലെ കാര്യങ്ങളാണോ? ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീനെന്ന് യേശു പഠിപ്പിക്കുമ്പോൾ ഭൗമിക വിഷയങ്ങൾ ഉയർത്തുന്നുവെങ്കിൽ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു, കള്ളപ്രവാചകന്മാരാണവർ,
അവർ ലൗകികമായത് സംസാരിക്കും, ലോകം അവരുടെ വാക്ക് കേൾക്കും. അതുകൊണ്ട് നാം വളരെയേറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് കർത്താവിൻ്റെ വചനപ്രകാരം സുവിശേഷം പറയുകയോ അല്ലെങ്കിൽ ആ സുവിശേഷം കേട്ട് വിശ്വസിക്കുന്നവരെ കർത്താവ് പറഞ്ഞതുപോലെ കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങൾ പഠിപ്പിച്ച് അവരത് പ്രമാണിക്കുന്ന തലത്തിലേക്ക് അവരെ എത്തിപ്പിച്ച് അവരെ ക്രിസ്തുവിനെ ശിഷ്യരാക്കി തീർക്കുന്ന ശുശ്രൂഷകന്മാരും വളരെ കുറവാണ്. രണ്ട് കാര്യം, നിങ്ങളിത് പഠിപ്പിക്കുന്നവനെ ശ്രദ്ധിക്കുക. രണ്ട്, കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവെ അങ്ങയുടെ വയൽ പ്രദേശത്ത് അധ്വാനിക്കാൻ അവിടുത്തെ വേലക്കാരെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കണം. ഇവിടുത്തെ ബൈബിൾ കോളേജിൽ നിന്ന് വരുന്ന വേലക്കാരല്ല കേട്ടോ, അവിടെ ഈ സാധനങ്ങളൊന്നും പഠിപ്പിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ വളരെ താഴ്മയോടെ എൻ്റെ സഹോദരങ്ങളോട് പറയുകയാണ്, ജനം വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അന്ധകാര ശക്തിയുടെ ഭയത്തിൽ ഓരോരുത്തരായിക്കൊണ്ടിരിക്കുന്നു. പലരും ഇപ്പോൾ തെറ്റിദ്ധരിച്ചു തുടങ്ങിയിരിക്കുന്നു. ക്രിസ്തുവിനേക്കാൾ കരുത്ത് അന്ധകാര ശക്തികൾക്കാണ് എന്നുള്ള തോന്നലിൽ ആളുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു. രഹസ്യമായി പരിഹാരമുണ്ടാക്കാൻ പല വഴികളിലും ഓടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അബദ്ധങ്ങളിലേക്ക് പോകരുത്. കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ കർത്താവ് വാക്ക് പാലിക്കുന്നവന്. നാം അവിശ്വസ്തനായിരുന്നാലും അവൻ വിശ്വസ്തനായി തുടരുക തന്നെ ചെയ്യും. പക്ഷേ യേശു ക്രിസ്തു നമ്മളോടൊപ്പം ആയിരിക്കണമെങ്കിൽ വിശ്വസിച്ച സഹോദര, സ്നാനപ്പെട്ട സഹോദര, നീ യേശു പഠിപ്പിച്ച കാര്യങ്ങൾ, ഗിരിപ്രഭാഷണങ്ങൾ മുതൽ ഇങ്ങോട്ട് യേശു ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ ഓരോന്നും വായിക്കുക, ഗ്രഹിക്കുക. ആ ഗ്രഹിക്കുന്നതിലൂടെ ക്രിസ്തു കാട്ടിയ മാതൃകൾ അത് ജീവിതത്തിൽ പ്രമാണിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യനായി മാറി. കർത്താവ് ലോകാവസാനം വരെയും നിങ്ങളോട് കൂടെ ഉണ്ടാകും. ഒരു സംശയം വേണ്ട. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.